ഹായ് ഹലോ ട്രെൻഡിങ് ആയിട്ടുള്ള മധുബാല ബ്ലൗസാണ് ഞാനിപ്പോൾ ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് ഞാനിപ്പോൾ ബ്ലൗസ് എടുത്തിട്ടുണ്ട്. ഈ അളവ് ബ്ലൗസ് ഈ ലൈനിങ് ക്ലോത്തിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അളവ് ബ്ലൗസ് അനുസരിച്ച് എല്ലാം കൃത്യമായി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ തയ്യൽ തുമ്പാണ് വിട്ടു കൊടുക്കുന്നത്. ഇവിടെ കൈയുടെ ഭാഗത്ത് 1/2 ഇഞ്ചും അത് കഴിഞ്ഞ് ബോഡി പാർട്ടിലും താഴത്തൊക്കെ ഒരു 2 ഇഞ്ചുമാണ് വിട്ടു കൊടുക്കുന്നത്. താഴത്തെ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് മതിയാകും. അതിനുശേഷം നമ്മൾ ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് എത്രയാണോ ആ അളവിലുള്ള ഈ പാഡാണ് എടുക്കേണ്ടത്. കപ്പ് പാഡ് അങ്ങനെയൊക്കെയാണ് ഇതിന് പറയുന്നത്. അത് നമ്മളിപ്പോൾ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് താഴത്തായിട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു ഷേപ്പിൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതുപോലെ വരഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഈ ലൈനിങ് ക്ലോത്ത് ഈ ഒരു ഷേപ്പിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വേറൊരു ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഓർത്തത്. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത ക്ലോത്താണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് കിട്ടുന്നത്. ഇത് തന്നെ നമ്മൾ മെയിൻ ക്ലോത്തിലും കട്ട് ചെയ്തെടുക്കണം. മെയിൻ ക്ലോത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ എനിക്ക് ഒരു സിംഗിൾ പീസായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ 2 പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴത്ത് വിട്ടിട്ടുള്ള ഒരു 1.5 ഇഞ്ച് താഴത്ത് ലെങ്ത്ത് വിട്ടിട്ടുള്ളത് അതും കൂടെ ഒന്ന് ഇതേപോലെ മടക്കി തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ താഴ്ഭാഗത്തും ആ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന പോർഷനാണ് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മളിപ്പോൾ ഇവിടെ 2ആയി മടക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പീസിൽ തയ്യൽ തുമ്പ് വിടാൻ മറന്നു പോകരുത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. കട്ട് ചെയ്യാനുള്ള ക്ലോത്തിൽ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. അതായത് ജസ്റ്റ് ഈ ഒരു പോർഷനിൽ നിന്ന് താഴത്തോട്ടേക്ക് വരയ്ക്കുക. പിന്നെയുള്ളത് ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ വരച്ചെടുക്കുക. അതിനുശേഷം തയ്യൽ തുമ്പൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തയ്യൽ തുമ്പ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിനകത്ത് പാഡ് അല്ലെങ്കിൽ കപ്പാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തുണി മുകളിലേക്ക് കയറും, ഒന്നുകൂടെ മുകളിലേക്ക് കയറും. അപ്പോൾ അത് ഒന്ന് മെഷർ ചെയ്തെടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതാ ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് ഇവിടെയാണ്. പക്ഷേ ഈ കപ്പിൻ്റെ എൻഡ് നിൽക്കുന്നത് അതിനേക്കാളും ഒരു 1 സെൻറ്റിമീറ്റർ താഴത്തോട്ടാണ്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. കപ്പ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയും. ഇതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് ക്ലോത്ത് നമ്മളപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു കപ്പ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. സാധാരണ നമ്മൾ പാഡഡ് ബ്ലൗസിൽ പാഡ് വെക്കുന്ന പോലെ തന്നെയാണ് ഈ ലൈനിങ്ങിനകത്തേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്.
ഇതേപോലെ കപ്പി ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതായത് ഇതേപോലെ താഴത്തോട്ടേക്ക് തുന്നി കൊടുക്കാം, മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ കപ്പ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തും ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്ക്കാനാണ്. നമ്മൾ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ച ശേഷം അതിന് മുകളിലേക്ക് ഈ ഒരു ലൈനിങ് ഇങ്ങനെ വയ്ക്കാം. അതിനുശേഷം എഡ്ജിലൂടെ നമുക്ക് തയ്ച്ച് വരാം. എഡ്ജിലൂടെ തയ്ച്ച് നമ്മൾ നെക്ക് മറച്ചിടുന്ന പോലെ തന്നെ മെയിൻ ക്ലോത്ത് മറച്ചിടാം. അപ്പോൾ മെയിൻ ക്ലോത്തും കൂടെ നമ്മളിവിടെ വെച്ച് തയ്ച്ചിട്ടുണ്ട്. മെയിൻ ക്ലോത്ത് ഫുള്ളായിട്ട് തയ്ച്ചിട്ടില്ല, ലൈനിങ്ങിൽ വെച്ച് തയ്ച്ചിട്ടില്ല, ഒരു സൈഡ് വരെ മാത്രമേ തയ്ച്ചിട്ടുള്ളൂ. അത് നമുക്ക് ഇതേപോലെ തിരിച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ എല്ലാ സൈഡും നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക്, മെയിൻ പീസിലേക്ക് വെച്ച് തയ്ച്ചെടുക്കാം. ഇതേപോലെ നല്ല ടൈറ്റായി വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഈ എഡ്ജിൽ കൂടെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് പോർഷന് സ്ലീവും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഹാൻഡ് വർക്ക് കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുവാണെങ്കിൽ വീഡിയോ ഇട്ടേക്കാം.